ഹേ ഗായ്സ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ അലൻ ജോസ് പെരേരയാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പുള്ളിക്കാരൊരു ചൂലൊക്കെ ആയിട്ട് പൊതു റോഡി ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. കണ്ടു ഗൈസ്, തൂക്കുവാണ്. ഇത് തൂക്കുവാണോ അതോ തടവുവാണോ എന്നാണ് ഒരു സംശയം. ഇത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ കിടക്കുന്ന എല്ലാം ഒരു പൊടിയില്ല. ബാക്കിൽ ഒരു ചേച്ചി നിന്നിട്ട് ആ ഇലയൊക്കെ പറക്കുന്നുണ്ട്. ചേച്ചി ഇങ്ങോട്ട് കുറച്ച് ഇലയിട്ട് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഒന്ന് തൂക്കുന്നതായിട്ട് കാണിക്കുമായിരുന്നു. ഗൈസ്, അപ്പൊ ഇതിന് വന്നിരിക്കുന്ന കമന്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. പുറകിലുള്ള ചേച്ചി അടിച്ചു വൃത്തിയാക്കിയ സ്ഥലത്ത് നീ എന്തിനാടാ മൊണ്ണെ വീണ്ടും അടിക്കുന്നേ? 4 ഫ്രോഡുകൾ ഒരേ ഫ്രെയിമിൽ. അത് ഉദ്ദേശിച്ചത് ദാ ഇവിടെ കണ്ടില്ലേ, ഒരു നോട്ടീസ് പോലെ വെച്ചിരിക്കുന്ന, അതും ഇയാളെയും കൂടെ ചേർത്താണ് അവര് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത പറയുന്ന വേസ്റ്റ് ഉള്ള സ്ഥലത്താണ് ചൂലടിക്കേണ്ടത് എന്നാ പൊട്ടനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഡാ കഴുതെ, വയറ്റിൽ കുഞ്ഞുള്ളത് മറക്കരുത്. ഗർഭിണി ആയിരിക്കുമ്പോ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, കുഞ്ഞിനത് ബാധിക്കും. ടേക്ക് കെയർ, ഇറ്റ്സ് ബീൻ 7 months നൗ. അടുത്തത്, അവര് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചൂലിട്ട് ആട്ടാതെ വെച്ചിട്ട് പോടാ. പെരേരയ്ക്ക് പരേതന്നൊക്കെ പുതിയ പേരൊക്കെ ആൾക്കാർ കണ്ടുപിടിച്ച്. അലൻ ജോസ് പരേത ആരുടെ ഈ ക്യാപ്ഷൻ എഴുതാനിരിക്കുന്ന? പരേതയുടെ ആത്മാവിന് നിത്യാന്തി നേരുന്നു. പൊതുവഴിയല്ല, പൊതുശല്യം. താൻ ഒരു കഴിവ് കെട്ടവനാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ സ്വയം ലോകത്തിനു മനസ്സിലാക്കി കൊടുക്കുന്ന പൊട്ടൻ. പോയി വീട് വൃത്തിയാക്ക. ആരെ കാണിക്കാനാ ഈ പ്രഹസനം? ബാക്കിൽ നിൽക്കുന്ന ചേച്ചി ആവശ്യം വരും എടുത്തു വെച്ചോ. അതിനവിടെ ഇലയൊന്നും ഇല്ലല്ലോ. എന്താ ബ്രോ, നല്ലത് എല്ലാരെയും കൊണ്ട് പറയിപ്പിക്കാതെ ജീവിക്ക്. നല്ല പോലെ അടിച്ച് ചീത്തയൊക്കെ വിളിക്കുന്നു ഗൈസ്. ആരെങ്കിലും 2 ഇലയെങ്കിലും അവിടെ ഇട്ട് കൊടുക്ക്. എന്തായാലും ഇത് നല്ലതാ, ഒരു തൊഴിൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഇനിയുള്ള കാലം അത് ചെയ്തായാലും ജീവിക്കും. അവിടെ നിന്റെ ചീത്തയൊക്കെ വിളിക്കുന്നു. വൃത്തിക്കൊരു ജോലി ചെയ്യുന്നത് കണ്ട് നന്ദിയുണ്ട് മോനെ നിനക്ക്. ഉഡായിപ്പ് ഡയറക്ടർ. അടുത്തത് റോഡിൽ ഇലയുള്ളത് പോലെ അഭിനയിച്ച് വൃത്തിയാക്കുന്ന സീന്. അതിന് ചേരും. നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ കാണുമ്പോൾ മനസ്സിലായത് വീഡിയോയ്ക്ക് ഉണ്ട്. അല്ലേ ആശെ കുനിഞ്ഞ കുപ്പ പോലും എടുക്കൂല. ആ ആളാണ് റോഡിൽ പോയി ഇലയില്ലാത്ത അവിടെ തൂക്കുന്നത്. ഇത്ര മണ്ടനുണ്ട്. എന്നും മണ്ടനെന്ന് തെളിയിച്ചോണ്ടിരിക്കും ഓരോ വീഡിയോയിലൂടെ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എടാ, നിനക്ക് പറ്റിയ ജോലിയാണിത്. പരേതല്ല ചേട്ടാ, പെരേര. ഇതൊക്കെ പ്രസവമല്ലേ സത്യത്തിൽ. അലൻ ജോസ് ഈ സമയത്ത് ശരീരം അനങ്ങാൻ പാടില്ല. വയറ്റിലുള്ള കുഞ്ഞിനത് പ്രോബ്ലം ആകും. അവിടെ ഒന്നുമില്ലല്ലോ. അടിപൊളി മുത്തേ, അടിപൊളി. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ വരും. ക്ലീൻ ആക്കുന്നതൊക്കെ നല്ലത്, ബട്ട് ഇടയ്ക്കിടെ ക്യാമറയിലേക്ക് നോക്കുന്നത് മനസ്സിലാകും ഈ റീലിന് വേണ്ടിയാണെന്നാ. ഇപ്പോഴാണ് അവന് കത്തിയത്. ഇത് റീലിന് വേണ്ടിയാണ് അവ ഇത് ചെയ്യുന്നതെന്ന്. അതങ്ങനെ കുറെ പൊട്ടൻ. ആ കോവിന്ദന്റെ വായിലോട്ട്. കോവിന്ദനോ? അയ്യോ, നിനക്ക് പറ്റുന്ന പണി ഇപ്പോഴാണ് കിട്ടിയത്. ആ റോഡെങ്കിലും വൃത്തിയാകട്ടെ. ഗുഡ് ജോബ് ബ്രോ. നിർത്തിക്കൂടെ പട്ടി ഷോ. ഈ പണി ചേരും. അതാകുമ്പോ ആരെയും അടി കിട്ടാതെ ജീവിക്കാം. എന്നിട്ട് ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അടി കിട്ടുന്നുണ്ട്. അതിനൊന്നും കുറവില്ല. ഒരു കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ, പിന്നെ അടി കിട്ടാതിരിക്കൂലല്ലോ. പറ്റിയ പണി. വിയർപ്പൊന്നും കാണുന്നില്ല. കയ്യിൽ പൊടി പോയിട്ട് കാലേ പോലും പൊടിയില്ല. മറ്റേ ഷൂസൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ അടിച്ചു വാരുന്നത്. നല്ല ഗെറ്റപ്പിലൂടെയാണ് അടിച്ചു വാരാൻ പോയിരിക്കുന്നത്.
അയ്യോ. അപ്പൊ ഗൈസ് കമന്റ് ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇന്ന് വായിച്ച ഇത് തീരില്ല. എല്ലാരും കൂടെ അലക്കുവാണ് പുള്ളി കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാരും കൂടെ അലക്കുന്നത്. എന്ത് പറയാനാ ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടപ്പോൾ കാണിക്കണമെന്ന് തോന്നി ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.